പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ പാകിസ്ഥാന് നൽകിയ ശക്തമായ തിരിച്ചടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ഇപ്പോഴിതാ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് 5 പാക് യുദ്ധവിമാനങ്ങളും ഒരു വ്യോമ നിരീക്ഷണ വിമാനവും ഇന്ത്യ തകർത്തെന്ന് സ്ഥിരീകരിക്കുകയാണ് വ്യോമസേനാ മേധാവി. ഇതാദ്യമായാണ് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് പ്രതികരിക്കുന്നത്. S-400 പ്രതിരോധ സംവിധാനം യുദ്ധവിമാനങ്ങളെ തകർക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചതായും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ രാജ്യത്തോട് ചെയ്തതിന് തിരിച്ചടിയായി പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ സൈന്യം ആക്രമിച്ചതായി വ്യോമസേനാ മേധാവി വ്യക്തമാക്കി. പാകിസ്ഥാൻ അവരുടെ ഡ്രോണുകളടക്കം തിരിച്ചടിക്ക് ഉപയോഗിച്ചു. ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ചതായും ബംഗളൂരുവിലെ ഒരു ചടങ്ങിൽ അദ്ദേഹം വ്യക്തമാക്കി. നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അത്ഭുതകരമായ ജോലി ചെയ്തു. ഞങ്ങൾ അടുത്തിടെ വാങ്ങിയ S-400 സിസ്റ്റം ഒരു ഗെയിം ചേഞ്ചർ ആയിരുന്നു. ആ സിസ്റ്റത്തിന്റെ റേഞ്ച് അവരുടെ വിമാനങ്ങളെയും അവരുടെ കൈവശമുള്ള ദീർഘദൂര ഗ്ലൈഡ് ബോംബുകൾ പോലുള്ള ആയുധങ്ങളിൽ നിന്ന് അകറ്റി നിർത്തി, അമർപ്രീത് സിംഗ് പറഞ്ഞു. 300 കിലോമീറ്റർ പരിധിയിൽ വെച്ച് തന്നെ പാക് യുദ്ധവിമാനങ്ങൾ തകർത്തുവെന്ന് വ്യോമസേനാ മേധാവി പറഞ്ഞു. ഏപ്രിൽ 22 പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി മെയ് 7 പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെ ഇന്ത്യ ആക്രമിച്ചത്. 9 ഭീകര കേന്ദ്രങ്ങൾ പുലർച്ചെയുള്ള ആക്രമണത്തിൽ തകർത്തു. 25 മിനിറ്റിൽ 24 ആക്രമണങ്ങളാണ് സൈന്യം നടത്തിയത്. പിറ്റേന്ന് 15 ഇന്ത്യൻ നഗരങ്ങളെ ലക്ഷ്യമിട്ട് പാക് ആക്രമണമുണ്ടായി. ഇന്ത്യ കനത്ത തിരിച്ചടി നൽകി. പാകിസ്ഥാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ വലിയ നാശനഷ്ടവും ഉണ്ടായി. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്കു നേരെ ഭീകരർ നടത്തിയ വെടിവെപ്പിൽ മലയാളി ഉൾപ്പെടെ 27 പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. കേരളം, കർണാടക, തമിഴ്നാട്, മഹാരാഷ്ട്ര, ഒഡീഷ തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും UAE, നേപ്പാൾ സ്വദേശികളും അന്ന് കൊല്ലപ്പെട്ടിരുന്നു. 20 പേർക്ക് പരിക്കേറ്റു. പഹൽഗാമിലെ ബൈസറൻ താഴ്വരയിലാണ് രാജ്യത്തെ നടുക്കിയ ആ ആക്രമണം ഉണ്ടായത്. സൈനിക വേഷത്തിലെത്തിയ ഭീകരർ ഉച്ചകഴിഞ്ഞ് 3 സഞ്ചാരികൾക്കു നേരെ വെടിയുതിർക്കുകയായിരുന്നു. പുരുഷന്മാരെ തിരഞ്ഞുപിടിച്ചായിരുന്നു ആ ആക്രമണം. പാക് ഭീകര സംഘടനയായ ലഷ്കർ എ തയ്യബയുമായി ബന്ധമുള്ള ദി റെസിഡൻസ് ഫ്രണ്ട് അന്ന് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നു. ഇന്ത്യയുടെ പ്രത്യാക്രമണമായ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാന് വൻ തിരിച്ചടി തന്നെയാണ് അന്ന് നൽകിയത്. പാകിസ്ഥാൻ തൊടുത്തുവിട്ട 600-ലധികം ഡ്രോണുകൾ ഇന്ത്യ തകർത്തതായി പ്രതിരോധ വൃത്തങ്ങൾ അന്ന് വ്യക്തമാക്കിയിരുന്നു. പാക് പ്രകോപന സാധ്യതകളെ മുൻകൂട്ടി കണ്ട് വ്യോമ പ്രതിരോധ രംഗത്ത് ഇന്ത്യ നടത്തിയ ദ്രുത നീക്കമാണ് ദൗത്യം വിജയകരമാക്കിയതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇന്ത്യ S-400 ട്രയംഫ് സംവിധാനം, ബറാക് 8 ആകാശ് മിസൈൽ, DRDOയുടെ ആന്റി ഡ്രോൺ സാങ്കേതിക വിദ്യ എന്നിവ ഉപയോഗിച്ചാണ് ഇന്ത്യ പാക് ഭീഷണികളെ തടയിട്ടത്. പാക് പ്രകോപനങ്ങളെ നേരിടാൻ ഇന്ത്യ പടിഞ്ഞാറൻ അതിർത്തിയിൽ 1000-ഓളം തോക്കുധാരികളെയും 750-ഓളം ചെറിയ ഇടത്തരം ദൂരപരിധിയുള്ള മിസൈൽ സംവിധാനങ്ങളും സജ്ജമാക്കിയിരുന്നു. സമീപകാലത്തുണ്ടായ ആഗോള സംഘർഷങ്ങളിൽ നിന്നും ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് വ്യോമ പ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്താൻ ഇന്ത്യൻ സൈന്യം തീരുമാനിച്ചിട്ടുണ്ട്. ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണം തടയുന്നതിനുള്ള വ്യോമ പ്രതിരോധ റഡാർ വാങ്ങിക്കാനുള്ള RFI പ്രതിരോധ മന്ത്രാലയം പുറപ്പെടുവിച്ചു. ഫൈറ്റർ ജെറ്റ്, ഹെലികോപ്റ്റർ, ചെറു ഡ്രോണുകൾ എന്നിവയിൽ നിന്നുള്ള ശക്തമായ പ്രതിരോധത്തിനാണ് ഈ ശ്രമം. മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായി കഴിവതും ഇന്ത്യയിൽ തന്നെ ആയുധങ്ങൾ നിർമ്മിക്കാനും രാജ്യം ഇപ്പോൾ പദ്ധതിയിടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.